പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വെള്ളിയാഴ്ച വലിയൊരു ഗുഡ് ഫ്രൈഡേ, നമ്മൾ ശരിക്കും ദുഃഖവെള്ളി എന്ന് പറയുന്നത് ഗുഡ് ഫ്രൈഡേ അല്ലേ. അപ്പോൾ എല്ലാ ഫ്രൈഡേയും ശരിക്കും പറഞ്ഞാൽ അത് ഗുഡ് ഫ്രൈഡേയുടെ ഒരു നല്ലൊരു വെള്ളിയാണ്. കാരണം എന്താണെങ്കിൽ യേശു എൻ്റെ പാപപരിഹാരാർത്ഥം മരിച്ചത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ സുറിയാനി ട്രഡീഷനിൽ നമുക്ക് വെള്ളിയാഴ്ചകൾ മത്സ്യമാംസം ഉപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ എത്രയോ പേര് ഫാസ്റ്റിംഗ് എടുക്കുന്നു അല്ലേ. കാലത്തും ഉച്ചയ്ക്കലത്തൊക്കെ ഭക്ഷണം ഉപേക്ഷിക്കുന്നവർ, ചിലർ 6 മണി കഴിഞ്ഞിട്ടാണ്, വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക. അവരെ കുറച്ച് പേരെ എനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാവുന്നവരാണ്. അവർ വ്യാഴാഴ്ച വൈകിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ശനിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ് എടുക്കുക. അങ്ങനെ ശരിക്കും വെള്ളിയാഴ്ച ഒരു വലിയൊരു ബ്ലെസ്സിങ്ങിൻ്റെ ദിവസമാക്കി മാറ്റുന്ന കുറേ പേരുണ്ട്. എന്നാൽ കുറച്ച് പേര് തോന്നിയ ദിവസം മുഴുവൻ കാണിക്കുന്നവരുണ്ട്. അവർക്കും നോമ്പോ ഉപവാസമൊന്നും ഇല്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു വെള്ളിയാഴ്ച ഈശോ മരിച്ച ദിവസം, അതാണ് അതിൻ്റെ കാര്യം. ഇതാണ് വെള്ളിയാഴ്ച ഈശോ മരിച്ച ദിവസം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ പണ്ട് പെരുന്നാളൊക്കെ ആയിരുന്ന സമയത്ത് അപ്പച്ചനുള്ളപ്പോൾ മത്സ്യമാംസം, അതായത് ഇറച്ചി, മീറ്റ് മേടിക്കില്ല. അപ്പം അപ്പം പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഞങ്ങൾ കുഞ്ഞല്ല, 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തട്ടി കയറും. അച്ഛൻ വികാരിച്ചൻ ഇടവപ്പള്ളിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മീറ്റ് കഴിക്കാമെന്ന് പെർമിഷൻ, മെത്രാൻ കൊടുത്തിട്ടുണ്ടെന്ന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അപ്പം പറയുന്നൊരു ഡയലോഗുണ്ട്, കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നാണ്. നിർബന്ധമായിട്ടും വെള്ളിയാഴ്ച കഴിക്കണം എന്നല്ല പറഞ്ഞിട്ട്, തിരുനാൾ ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും മീറ്റ് കഴിക്കണമെന്നല്ല, കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല. എന്നിട്ട് അപ്പം പറയുന്ന ഒരു ലോജിക് ഉണ്ട്, മക്കളെ ഇന്ന് നിങ്ങളത് കഴിച്ച്, ഈ വെള്ളിയാഴ്ച കഴിച്ച് അടുത്തൊരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് കഴിക്കാൻ ഒരു പ്രേരണ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, കൃത്യമായിട്ട് നോ എന്ന് അപ്പം പറയുന്നത്, അതിൻ്റെയൊക്കെ ഒരു നന്മ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വെള്ളിയാഴ്ച വലിയൊരു ബ്ലെസ്സിങ് ആവണം കേട്ടോ. വെള്ളിയാഴ്ചയെ നമ്മൾ വിശുദ്ധമായിട്ട് തന്നെ നമ്മൾ ആചരിക്കണം. കാരണം ഈശോ എനിക്ക് വേണ്ടി എൻ്റെ പാപപരിഹാരാർത്ഥം മരിച്ചതാണെന്ന്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്ക 13:11. അവിടെ വചനം പറയാണ്, 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. ഇത് ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ ഒപ്പം തന്നെ ഒരു തിന്മയുടെ, ഒരു പൈശാചിക അരൂപിയെ കുറിച്ച് കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ശാരീരികമായിട്ട് നമുക്ക് നിവർന്നിരിക്കാം, നമുക്ക് എക്സസൈസ് ചെയ്യാം, ഓട്ടം ചാട്ടം ബഹളമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആത്മാവ് കൂനിപ്പോയി. ആത്മാവ് കൂനിപ്പോയി കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ഒരു കുഞ്ഞ് പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകുന്നു. ജീവിതം എങ്ങനെയുണ്ട് സഹോദര? ഇങ്ങനെയൊക്കെ പോണച്ചാ, എങ്ങനെയുണ്ട് സഹോദരി? കുഴപ്പമില്ല. ഈ നെടുവീർപ്പൊക്കെ ഉണ്ടല്ലോ, ഈ നെടുവീർപ്പൊക്കെ ചിലപ്പോഴൊക്കെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ശരിക്കും ആത്മാവ് കൂനിപ്പോവാന്നാണ് അതിന് പറയുക. ശരി, ഈശോയോട് നമുക്ക് ഭയങ്കര ബന്ധമുണ്ടെങ്കിൽ, എത്ര പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ വഴി നടത്തും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ വെള്ളിയാഴ്ച ദിനമല്ലേ, ഇന്ന് ഫാസ്റ്റിങ്ങും നോമ്പൊക്കെ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതല്ലേ, അത് നോക്കി ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എൻ്റെ ആത്മാവ് കൂനിപ്പോയി, അതായത് ഇങ്ങനെയാണ് എന്നെ സഹായിക്കുന്ന ഈശോയെ. അതിന് പ്രാർത്ഥിക്കേണ്ടത് അച്ഛൻ പറഞ്ഞുതരാം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. പരിശുദ്ധാത്മാവേ, എൻ്റെ തളർന്നു പോയ മനസ്സിനെ ബലപ്പെടുത്തണേ. അതായത് പലരും നമ്മളിങ്ങനെ മാനുഷികമായ രീതിയിലൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ പ്രതികൂലങ്ങളുടെ മുൻപിലാണ്. വിശുദ്ധ ഗ്രന്ഥം, സുവിശേഷം മനുഷ്യൻ പരാജയം സമ്മതിച്ചിടത്താണ് സുവിശേഷം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മൾ തോറ്റു എന്ന് പറയണേ, ഈശോയെ ഞാൻ തോറ്റു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സുവിശേഷം അവിടെ ആരംഭിച്ചു തുടങ്ങും. പ്രൈസ് ദ ലോർഡ്. ദൈവമേ, ഞങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഇന്ന് ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് കർത്താവെ. പുറത്തൊക്കെ ഞങ്ങളിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. സുവിശേഷം വിജയിക്കണം കർത്താവെ. ഞങ്ങളിൽ സുവിശേഷം വിജയിക്കാൻ തക്ക വിധത്തിൽ ഈശോയോടുള്ള സ്നേഹം, ഈശോയോടുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും.